ബാല, കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്റെ പാട് നോക്കി വല്ലതെങ്കിലും പഠിച്ചോട്ടെ. ബാല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി. ഒരു കയ്യബദ്ധം ബാല. ബാല, എന്നെ കൊല്ലല്ലേ ബാല, ബാല എന്നെ കൊല്ലല്ലേ ബാല, എന്നെ കൊല്ലല്ലേ ബാല, 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 ബാല. എണീക്ക്, നടക്ക്. എങ്ങോട്ട്? അടിവാരത്തൊരു പോലീസ് സ്റ്റേഷൻ കണ്ടു. നടക്ക. സൂത്രപ്പണി വല്ലതും ഉണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് തന്നെ. നടക്ക. ബാല, ബാല, ഈ കാട്ടുമുക്ക് ഞാൻ എങ്ങനെയും കഴിഞ്ഞ നിനക്കെന്താ ചെയ്തം? ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കയ്യബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്. എന്ത് സൗകര്യം ബാല? നീ കണ്ടില്ലേ കഷ്ടപ്പാട്? 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം. അതിന് വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും. അവര് നിന്റെ ആരാ? നിനക്കെന്ത് കാര്യം? ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരുപ്പേ. ബാല, ബാല, ഞാൻ പറഞ്ഞു കേക്ക്. എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ ആവശ്യം വരില്ല. 6 അടി മണ്ണേ വേണ്ടു തൂക്കിക്കഴിഞ്ഞാൽ. ബാല, എന്നെ പിടിച്ചിന് പോലീസ് ഏൽപ്പിച്ചു. നിനക്കെന്ത് കിട്ടാനാ? വേണ്ട, അതാ ഞാനും ആലോചിക്കുന്നിപ്പോ. കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ? സർക്കാരിന്റെ കാശെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം. നടക്ക്. ബാല, നമ്മൾ ഒരു വായി കിടന്നവരല്ലേ ബാല? അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്. ബാല, ഞാൻ ഏതെങ്കിലും അന്യനാട്ടിലേക്ക് പോയിക്കോളാം. എന്നെ വിട് ബാല. ബാല, എന്റെ സ്ഥലം നീ എടുത്തു ബാല. ബാല, 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 ഞാൻ നിന്റെ കാല് പിടിക്കാം ബാല. എന്നെ വിട് ബാല. ബാല, എന്റെ പൊന്നു ബാലനല്ലേ? കൃഷ്ണൻകുട്ടിയെ, നീ നേരത്തെ ആ പണിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കെ. പിന്നെ സമയമാവുമ്പോ ആളിനെ കിട്ടിയില്ലെന്നൊന്നും എന്നോട് പറഞ്ഞേക്കെ. എന്തൊരു ചൂടാ. രാഘവനോ, താൻ എന്ത് ചെയ്യാടോ ഇവിടെ? ഒന്നുമില്ല, പന്നി ഇറങ്ങണ ചവിട്ടി നോക്കി വന്നതാ. നാണുമായിട്ടൊന്നും എനിക്ക് ഇഞ്ചി വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് താനെന്താ വരാത്തെ? വരാം. പാടോ, തോട്ടത്തിൽ കയറിട്ട് വാ. പിന്നെ വരാം. ഈ രാഘവൻ എവിടെ പോയി കിടക്കണു? രാഘവ, പാടോ, വല്ലതും കഴിക്കാൻ നോക്കുക. ഞാൻ വിചാരിച്ചു താൻ കിടന്ന് ഉറങ്ങിയെന്ന്. ചോറ് വേണ്ടേ?
നാളെ നമുക്ക് രണ്ടാൾ കൊണ്ടുവന്ന് അടിവാരം വരെ പോവാം. കൃഷി ആഫീസ്, ബാങ്ക്, എല്ലാ പണികളും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഒക്കെ എനിക്ക് അറിയണമല്ലേ. സർക്കാർ തരുന്നത് നീ എന്തിനാ വേണ്ടാന്ന് വെക്കണത്? ബാങ്കിലെ സെക്രട്ടറി എന്റെ സ്വന്തം ആളാ. കൊല്ലം നമ്മൾ ഇത്തിരി ഡെപ്പോസിറ്റും കൊടുക്കുന്നുണ്ട്. എന്നാ വലിയ കാര്യമാവും മൂപ്പർക്ക്. കൊച്ചോട്ടേ, കഴിക്കാൻ പറ്റോളൂ കേട്ടോ. ഇരിക്കണോ. നാളെ അടിവാരത്ത് ഞാനും പോണ്ട കൊച്ചുട്ടി. എന്തൊക്കെയാ നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടായിക്കോ. പിന്നെ അതില്ല ഇതില്ല എന്ന് ആക്ഷേപം കേൾക്കരുത്. കൊച്ചുട്ടി ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ഗുരുവായൂരൊന്ന് തൊഴണമെന്ന്. 2 ദിവസം താഴെ ഇവിടെ കാവലിരിക്കേണ്ടി വരും. കാര്യമായ പണിയൊന്നുമില്ല അപ്പോ. അതിനെന്താ, ഞാനിരിക്കാം. കള്ളന്മാരുടെ ശല്യം ഇക്കണ്ട കാലം ഉണ്ടായിട്ടില്ല. എന്നാലും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടെന്നുണ്ടല്ലോ. നുള്ളി നുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. നമ്മൾ സൂക്ഷിക്ക അല്ലേ? കേട്ടില്ലേ ആ ബാലന്റെ കേസ്? അല്ല, നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെ വരുമോ ചങ്ങായി? ഇല്ല, വരില്ല. അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും. എന്താണോ ഒരു മട്ടിപ്പ്? വേണ്ട, നല്ല സുഖം തോന്നല്ല. കഴിക്കടോ. വേണ്ടാന്ന് പറയണവരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? രാഘവേട്ടൻ ഒരു തരത്തിലൊരു ഭാഗ്യമുള്ള ആളാ. രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിൽ നിന്ന് വന്നല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? അത് ശരിയാ. രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ? അച്ഛൻ കിടന്നോ? കുപ്പിയില് ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത്. ഇനി ഇങ്ങനത്തെ ഓരോന്നിവിടെ കൊണ്ടുവരണം. അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് അതാ ഞാൻ ആലോചിക്കണേ. പിന്നെ സ്ഥലം വെറുതെ ഇടേ? ഈ മലയിൽ എന്ത് സൗകര്യം ഉള്ളത്? എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്? ആളുകളുടെ മനുഷ്യരുടെ ഇടയിൽ ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ? ഇവിടെ ആളുകളില്ലേ? വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ? ഓ, സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്, അകളി പോയപ്പോ. എനിക്ക് ഇഷ്ടായില്ല. വാ പറയട്ടെ. നോക്ക്, എനിക്കിതൊന്നും ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരുമാതിരി ആളൊന്നും ഉണപ്പിക്കുകയുള്ളൂ അല്ലേ? വാ, അപ്പുറത്തേക്ക് വാ. എന്നും കാണുന്ന ആളല്ലേ, കഞ്ഞിയും ചോറ് ഇവിടുന്ന് കഴിക്കണതല്ലേ. കുറച്ച് വർത്താനം പറയണോ വെച്ചിട്ട് വിടോ. ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട്. അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ. ഓ, അങ്ങനെയാണോ വിചാരം? അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ? അപ്പോഴോ? അത് അപ്പോഴാലോചിക്കാം. എന്റെ ഈശ്വരാ. രാമ, ഓ, ഇത് നോക്ക് രാമ, പുള്ളിപ്പടനെ കുറുക്കം കൊണ്ടുപോയി. തമ്പരാട്ടി കുറുക്കനല്ല, കോക്കാന. നീ എന്ന് നേരെയാക്കിയ വാതിലാ, കണ്ടില്ലേ? മുട്ടയിടാൻ തുടങ്ങിയ കോഴിയാ.
വല്ലാത്തൊരു സങ്കടമാണേ. അവിടെ നിക്കാൻ നിന്നോടാ പറഞ്ഞ, അവിടെ നിക്കാൻ. മണിക്കുട്ടി അവിടെ നിക്കാൻ. ഷോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഓടല്ലേന്ന് പറഞ്ഞ കേക്കില്ല അല്ലേ? നോക്ക്, അധികം കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയിൽ ഞാൻ ശനിനായകം പരട്ടും. അതാ ഉണ്ടാവുക. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കണുണ്ട്. അവിടെ നിക്കാൻ. ഈശ്വര, താഴോട്ടെങ്ങാനും വീണ പൊടി കാണില്ല. അയ്യോ, എന്തേ പറ്റിയേ? ഈ കയറിട്ടേ പിടിച്ചു കയറാൻ വയ്ക്കോ? പിടിച്ചോളൂ. എന്തേ പറ്റിയത്? വീണു. എങ്ങനെ? കാല് തെറ്റി അവിടെ ആ കൊല്ലിയില്. ഈശ്വരാ, എന്നിട്ട്? വള്ളിയില് തടഞ്ഞതുകൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു. ദൈവാധീനം. നടക്കാൻ വയ്ക്കോ? വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ. എന്തിനാ ആ വഴിയെ നടന്നത്? രാത്രി മുഴുവൻ വള്ളിയമ്പല് തൂങ്ങിന്നോ? ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല. ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു. അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കൊച്ചുകുട്ടി വന്നത്.